ലെബനനിൽ ഇന്നും സ്ഫോടനം. തലസ്ഥാനമായ ബെയ്റൂത്തിന് സമീപം ഒന്നിലധികം സ്ഫോടനങ്ങൾ ഉണ്ടായി. ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് 9 പേരാണ് മരിച്ചത്. ഇന്നലെ പേജറുകൾ പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ സംസ്കാര ചടങ്ങിനിടയിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. രാംകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. രാം, ഇന്നലെ പേജറുകൾ, ഇന്ന് വോക്കി ടോക്കികൾ, എന്താണ് ബെയ്റൂത്തിൽ സംഭവിക്കുന്നത്? ഒരു വിശദീകരണം നൽകാൻ ഈ തുടർച്ചയായി ആരോപണങ്ങൾ മൊസാദിന് മേൽ ഉണ്ടാകുമ്പോഴും അവർ ഒരു മറുപടി പറയാൻ, ഒരു വിശദീകരണം നൽകാൻ തയ്യാറാകുന്നില്ല. എന്നാൽ ഇത് നിഷേധിക്കുന്നുമില്ല. ഈ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുള്ള അപകടത്തിൽ മരണസംഖ്യ കൂടുന്നു എന്നാണല്ലോ പുതിയ റിപ്പോർട്ടുകൾ. വിജയകുമാർ, ഇന്നലെ പേജറുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു സംഭവത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഇത്തരത്തിൽ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നത് ലെബനനിൽ പല സ്ഥലങ്ങളിലായി റിപ്പോർട്ട് ചെയ്തത്. തലസ്ഥാനമായ ബെയ്റൂത്തിന് സമീപം ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ മരണസംഖ്യ 9ആയി. അതുമാത്രമല്ല 300ഓളം പേർക്ക് പരുക്കേറ്റതായാണ് ലെബനന്റെ ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്നലെ പേജറുകളായിരുന്നെങ്കിൽ ഇന്ന് വോക്കി ടോക്കികളാണ് പൊട്ടിത്തെറിക്കുന്നത്. വോക്കി ടോക്കികൾ മാത്രമല്ല, ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു വ്യാപകമായ ഒരു ഇലക്ട്രോണിക് ആക്രമണം എന്ന രീതിയിലേക്ക് മാറുന്നു എന്നതാണ്. കാരണം പല വീടുകളിലും സോളാർ പാനലുകൾ പൊട്ടിത്തെറിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോൺ കടയ്ക്ക് ഇതുപോലെ സ്ഫോടനമുണ്ടായതായും റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഒരു വ്യാപകമായ ഒരു ഇലക്ട്രോണിക് ആക്രമണം എന്ന തരത്തിലേക്കാണ് ഹിസ്ബുള്ള ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇന്ന് പൊട്ടിത്തെറിച്ച വോക്കി ടോക്കികളും കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ച പേജറുകളും ഏതാണ്ട് ഒരേ സമയത്ത് ഹിസ്ബുള്ള അവരുടെ ആശയവിനിമയ ആവശ്യങ്ങൾക്കായി വാങ്ങിയതാണ് എന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആരോപണത്തിൻ്റെ വിരൽ നീളുക ഇസ്രയേലിലേക്ക് തന്നെയായിരിക്കും. ഇസ്രയേൽ ഈ നിമിഷം വരെ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം ഹിസ്ബുള്ള അതിരൂക്ഷമായ വിമർശനവുമായി വീണ്ടും ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ വോക്കി ടോക്കി പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായതിനു പിന്നാലെ ഹിസ്ബുള്ളയുടെ വക്താവ് ഒരു പ്രസ്താവന പുറത്തുവിടുകയുണ്ടായി. അതിൽ ഇസ്രയേലിന് ശക്തമായ തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല, നാളെ ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവായ ഹസൻ നസറുള്ള നാളെ ഇത് എങ്ങനെയായിരിക്കും ഇവർ ഇതിനോട് പ്രതികരിക്കുക, ഇസ്രയേലിന് മേലുള്ള തുടർ നടപടി എന്തായിരിക്കും എന്നുള്ളത് ഹസൻ നസറുള്ള തന്നെ നാളെ നേരിട്ട് വിവരിക്കും എന്ന ഒരു കാര്യം കൂടിയാണ് ഹിസ്ബുള്ള ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. നേരത്തെ ഇന്നലെ 12 പേരാണ് പേജറുകൾ പൊട്ടിത്തെറിച്ച് മരിച്ചത്. ഇതിനു പിന്നിൽ ഇസ്രയേൽ ആണെന്ന ആരോപണം ബലപ്പെടുത്തുന്ന കൂടുതൽ റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തു വരികയുണ്ടായി. തായ്വാനിലെ ഒരു കമ്പനി നിർമ്മിച്ച പേജറുകളാണ് ഹിസ്ബുള്ള ഒരു 5 മാസം മുമ്പ് ഇറക്കുമതി ചെയ്തത് എന്നാണ് വിവരം. ഈ വിതരണ ശൃംഖലയെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്രയേൽ ഈ പേജറുകൾ കൈക്കലാക്കുകയും അതിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിക്കുകയും ഒരു റിമോട്ട് സംവിധാനം ഉപയോഗിച്ച് ഇത് പൊട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. അതുമാത്രമല്ല, ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഹിസ്ബുള്ളയുമായി ഒരു നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്ന സമയത്ത് അത് ആദ്യത്തെ യുദ്ധമുറ എന്ന തലത്തിൽ പ്രയോഗിക്കുന്നതിന് ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഇത്തരത്തിൽ പേജറുകൾ ഒരു സ്ഫോടക വസ്തുവാക്കി മാറ്റിയത് എന്ന് പറയുന്നു. എന്നാൽ ഈ പേജറുകളിൽ ഹിസ്ബുള്ളയിലെ ചില അംഗങ്ങൾക്ക് സംശയം തോന്നുകയും ഈ പദ്ധതി പുറത്താകും എന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഇസ്രയേൽ അത് പെട്ടെന്നെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് അത് പൊട്ടിത്തെറിപ്പിക്കുകയായിരുന്നു എന്ന തരത്തിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇസ്രയേൽ ഇതിനോടൊന്നും തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മാത്രമല്ല, ഈ പേജറുകൾ കൊടുത്തു എന്ന് പറയുന്ന തായ്വാൻ കമ്പനി ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ യൂറോപ്പിലാണ് ഈ പേജറുകൾ നിർമ്മിച്ചത് എന്നാണ്. പക്ഷേ ഹംഗറി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലാണ് ഈ പേജറുകൾ നിർമ്മിച്ചത് എന്ന തരത്തിലും വാർത്തകൾ വന്നു. എന്നാൽ ഹംഗറിയും ഈ വാർത്ത അംഗീകരിച്ചിട്ടില്ല. അവർക്ക് ഈ പേജറുകൾ നിർമ്മിച്ച കമ്പനിക്ക് അവിടെ ഒരു നിർമ്മാണ ഫാക്ടറി ഇല്ല എന്ന് ഹംഗറിയും ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംശയങ്ങളും അഭ്യൂഹങ്ങളും എല്ലാം നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ വോക്കി
വോക്കി ടോക്കികൾ ഇങ്ങനെ പലയിടത്തായി പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത്. ഈ ബെയ്റൂത്തിന് സമീപത്തുള്ള ഡാഹിയ, അതുപോലെ തന്നെ ടയർ, നബാട്ടിയ തുടങ്ങിയ സ്ഥലങ്ങൾ ഇതെല്ലാം തന്നെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ഇന്ന് വോക്കി ടോക്കി പൊട്ടിത്തെറിച്ചത് ഇന്നലെ പേജർ പൊട്ടിത്തെറിച്ച് മരിച്ച ഒരാളുടെ സംസ്കാര ചടങ്ങ് നടക്കുന്നതിനിടെയാണ് വോക്കി ടോക്കികളിൽ ഒന്ന് പൊട്ടിത്തെറിച്ചത്. അതുപോലെ തന്നെ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരാളുടെ വോക്കി ടോക്കി പൊട്ടിത്തെറിച്ചു. ആ കാർ പൂർണ്ണമായും കത്തി നശിക്കുന്നതിന്റെ വീഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇതുമാത്രമല്ല, ഒരു ടൈം ലാപ്സ് വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ ബെയ്റൂത്തിന്റെ ആകാശ ദൃശ്യങ്ങളാണുള്ളത്. ഇതിൽ പലയിടത്തും ഒരേ സമയം സ്ഫോടനം നടക്കുന്നതും പുകച്ചുരുളുകൾ ഉയരുന്നതും എല്ലാം ആ ദൃശ്യങ്ങളിലുണ്ട്. അങ്ങനെയെങ്കിൽ അതീവ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഹിസ്ബുള്ളയും ലബനനും കടന്നു പോകുന്നത്. വിജയകുമാർ, ഉറപ്പായും ലബനനും ഹിസ്ബുള്ളയും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഹിസ്ബുള്ള കഴിഞ്ഞ 5 മാസത്തിനിടെ അവർ ആശയവിനിമയത്തിനായി വാങ്ങിയ പേജറുകളും ഏതാണ്ട് അതേ സമയത്ത് വാങ്ങിയ ഈ വോക്കി ടോക്കികളുമാണ് ഒരേ സമയം പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ ഇന്നലെ 12 പേരാണ് മരിച്ചത്. ഇപ്പോൾ ഇന്ന് 9 പേര് മരിച്ചിരിക്കുന്നു. 300 പേർക്ക് ഇന്ന് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ ഏതാണ്ട് 1000-ലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്ന വിവരമാണുള്ളത്. ആരോപണങ്ങൾ ആകെ വരുമ്പോഴും ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതുകൂടിയും ശ്രദ്ധേയമാണ്. നാളെ ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവ് ഇക്കാര്യത്തിൽ എന്താണ് അവരുടെ അടുത്ത നടപടി എന്നത് അനുയായികൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഒരു വ്യാപകമായി ആക്രമണങ്ങൾ വിവിധ മുഖങ്ങളിൽ. ഇപ്പോൾ ഇസ്രായേൽ ആരും അതിർത്തി കടക്കാതെ, ഒരു പട്ടാളക്കാരനും അതിർത്തി കടക്കാതെ, ഒരു വെടിയുണ്ട പോലും പുറത്തു പോകാതെ ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു എന്ന വിമർശനം അവർക്കെതിരെ ഉയരുന്നുണ്ട്. മറുപടി ഏതായാലും മൊസാദിൻ്റെ ഭാഗത്തുനിന്നോ അല്ല ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുമില്ല. ഓരോ ദിവസവും ഓരോ മണിക്കൂറും കഴിയുമ്പോഴേക്കും ലബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ക്യാമ്പുകളിൽ നിന്നൊക്കെ വരുന്നത് ഈ നിലയിലുള്ള റിപ്പോർട്ടുകളാണ്. രാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.